ക്ലിനിക്കിലേക്ക് വരുന്ന മിക്ക പേഷ്യൻസും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. വേദന, തരിപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ക്ഷീണം. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ്, അതുപോലെ പല മിനറൽസിൻ്റെ അളവുകൾ കുറവായിട്ട് കാണാം. ഇതിൽ തന്നെ കാൽസ്യത്തിൻ്റെ അളവുകൾ കുറയുന്നത് കാരണം ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടും. അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിച്ച് നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡോക്ടർ ആമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണ നാച്ചുറൽ കെയർ സെൻറ്റർ. നമ്മുടെ ശരീരത്ത് കാൽസ്യത്തിന് ഒരുപാട് റോളുണ്ട്. അതായത് പല്ലുകൾ, നമ്മൾ സാധാരണ എല്ലാവർക്കും കാൽസ്യം എന്ന് പറയുമ്പോൾ പല്ല്, എല്ല്, അതുപോലെ തന്നെ മുടി, നഖം ഒക്കെയാണ് കൂടുതൽ ആളുകൾക്കും അറിയാം. അതുപോലെ തന്നെ സ്കിന്നിനും ഇത് സഹായിക്കുന്നുണ്ട്. പേശിയുടെ ചലനങ്ങൾക്കും നല്ല ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് കാൽസ്യം ആവശ്യമാണ്. ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്നത് നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ആയിരിക്കാം ഒന്ന്. പിന്നെ അല്ലാതെ നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ നല്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലെ അവർ വളർന്നു വരുമ്പോഴത്തേക്കും കാൽസ്യം ഡെഫിഷ്യൻസി ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് വളർന്നു വരുമ്പോഴും ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ചില മരുന്നുകളുടെ ഉപയോഗവും നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില രോഗാവസ്ഥയിലും കാൽസ്യം ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. നമ്മൾ വാർദ്ധക്യത്തിൽ പല മിനറൽസും കുറയും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാൽസ്യവും കുറയും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള സപ്ലിമെൻറ്റ്സ്, അതിന് വേണ്ടിയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം കാൽഷ്യം ഡെഫിഷ്യൻസിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് സാധാരണയായിട്ട് വരണ്ട ചർമ്മം കാണപ്പെടാറുണ്ട്. നിങ്ങൾക്ക് നഖം പൊട്ടുക, മുടിക്ക് കട്ടി കുറയുക, മുടി ഒരുപാട് കൊഴിയുക, ഇതിൻ്റെ കൂടെ അനുബന്ധിച്ച് നിങ്ങൾക്ക് ക്ഷീണവും വേദനയും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു മിനറലിൻ്റെ ചെക്കപ്പ്, കാൽഷ്യം, പൊട്ടാസ്യം അങ്ങനെയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കാൽഷ്യം കുറവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചികിത്സകൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാൽസ്യം ഒരുപാട് കുറഞ്ഞു പോകുന്ന അവസരത്തിൽ നമുക്ക് കൺവൽഷൻസ്, വിറയൽ പോലെ, നമ്മൾ ജന്നി എന്നൊക്കെ പറയും, അപ്പോൾ ആ തരത്തിലുള്ള വിറയൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ക്ഷീണം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇത്തരം അവസരങ്ങൾ സത്യം പറഞ്ഞാൽ മരണത്തിൽ വരെ എത്തിക്കാൻ പറ്റും. കാൽഷ്യം അത്രയേറെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരം വലിയ വലിയ അപകടാവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം മിനറൽസ് ഒക്കെ കുറയുന്നുണ്ടോ എന്നുള്ളത്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. ചർമ്മത്തിൻ്റെ വരൾച്ചയും ഇതുപോലെയുള്ള നമ്മുടെ എല്ലിനും നഖത്തിനും മുടിക്കൊക്കെ കട്ടി കുറയുന്നതൊന്ന് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്നത് തന്നെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം ആളുകളിൽ അവർക്ക് നേരെ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒത്തിരി കാൽഷ്യം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. സ്ത്രീകളിലാണെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഒക്കെ വളരെ കൂടുതലായിരിക്കും. പീരീഡ്സിന് മുമ്പ്, ആർത്തവത്തിന് മുമ്പ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് ഒത്തിരി വേദന ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ഇത്തരം കാൽഷ്യം ഡെഫിഷ്യൻസീസിലൂടെ കടന്നു പോകുന്നവർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക ആരോഗ്യം കുറയുന്നത് കൊണ്ടും മാനസിക പിരിമുറുക്കങ്ങളിലൂടെയും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാൽസ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാൽസ്യം ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകൾക്ക് ക്ഷയമുണ്ടാവാം, പല്ലിൻ്റെ ബലക്ഷയം, പല്ലിന് കേട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോൺ റിലേറ്റഡ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും, ബോണിൻ്റെ ഡെൻസിറ്റി കുറയാം. അങ്ങനെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തോ റിലേറ്റഡ് എല്ലുകളുടെ പരമായിട്ടുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് കാറ്ററാക്റ്റ്, തിമിരമൊക്കെ പെട്ടെന്ന് വരാനായിട്ടും കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ ഞാൻ ആവശ്യത്തിൽ അധികം എടുക്കുന്നുണ്ട്, പക്ഷേ അതെനിക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാൽസ്യത്തിൻ്റെ കൂടെ ബാക്കിയുള്ള കണ്ടൻസ്, മിനറൽസ്, വൈറ്റമിൻസ് പ്രോപ്പർ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. വൈറ്റമിൻ ഡിയും എയും സിയും ഒക്കെ അടങ്ങുന്ന, പിന്നെ വൈറ്റമിൻ കെ, ഇതെല്ലാം കറക്റ്റായിട്ട് സപ്ലൈ ചെയ്താൽ മാത്രമേ വൈറ്റമിൻ സിക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്താലും നമുക്കത് ആഗിരണം ചെയ്യാനായിട്ട്, അബ്സോർബ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കാനായിട്ട് പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും വേണം. അതിനായിട്ട് നമുക്ക് മഗ്നീഷ്യം വേണം, അതുപോലെ തന്നെ ഫോസ്ഫറസ് വേണം, വൈറ്റമിൻ ഡി, കെ ഒക്കെ വേണം. അപ്പോൾ ഇത് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് കാൽസ്യം ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതില്ലെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ എടുക്കാനായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ അതും കൂടെ എടുക്കുക. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതെ ഇരിക്കുക. എപ്പോഴും വിദഗ്ധമായിട്ടുള്ളൊരു ഡോക്ടറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രം പോവുക. പിന്നെ പ്രായ കൂടുതൽ കാരണം
അബ്സോർപ്ഷൻസ് കുറയും. എല്ലാവർക്കും അറിയാലോ, നമുക്ക് പ്രായം കൂടുമ്പോൾ അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ ആ കാരണം കൊണ്ടും നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി വരാം. കാൽഷ്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും എല്ല്, പല്ല് ആണ് ഓർമ്മ വരുന്നത്. കാര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം പല്ല് പൊടിഞ്ഞു പോവുക. എന്നാൽ നമ്മുടെ പേശികൾക്കും ഞരമ്പുകൾക്കും അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ പോലും ഈ കാൽഷ്യം സഹായിക്കുന്നുണ്ട്. കാൽഷ്യം അത്രയും ആവശ്യമാണ്. നമ്മുടെ പേശികൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ കാൽസ്യം വേണം. അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നാഡീവ്യൂഹങ്ങൾ അറിയാമല്ലോ, എല്ലാ അവയവങ്ങളിലേക്കും സപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തക്കുഴലുകൾ എല്ലാ അവയവങ്ങളിലേക്കും സപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അധികം നമ്മുടെ ബോഡിയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ സിസ്റ്റങ്ങളൊക്കെ കാൽസ്യത്തിൻ്റെ ഒരു ബേസിസിലും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കാൽസ്യം നന്നായി സപ്ലൈ ചെയ്ത് കൊടുക്കുക, കാൽസ്യത്തിൻ്റെ കുറവുകൾ പരിഹരിച്ചു പോവുക എന്നുള്ളത് അത്രയും അനിവാര്യമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കെയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കാൽഷ്യം കുറവ് അല്ലെങ്കിൽ കാൽഷ്യം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഓക്സാലേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ബ്ലഡിൽ വരുന്നത് കാൽസ്യവുമായിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ അത് പുറന്തള്ളപ്പെടുള്ളൂ. അപ്പോൾ ഇത്തരം ഓക്സാലേറ്റ് നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടി അത് കല്ലായിട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ കുറയാനായിട്ട്, അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷനിങ്ങിനും കൂടി നമുക്ക് പ്രോപ്പർ ഫങ്ഷനിങ്ങിനും ആരോഗ്യത്തിനും കാൽസ്യം ആവശ്യമാണ്. ഇത്രയും അവയവങ്ങൾ, ഇത്രയും സിസ്റ്റത്തിൽ ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാൽസ്യം. കേവലം പല്ലിനും എല്ലിനും മുടിക്കും മാത്രമല്ല കാൽസ്യം ആവശ്യമുള്ളത്. ശരീരത്തിൽ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സഹായിക്കുന്ന, നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒന്നാണ് കാൽസ്യം. മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഒത്തിരി നല്ലതാണ് എന്ന് ഒരുപാട് വീഡിയോസും ഒരുപാട് ഇൻഫർമേഷനും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നമ്മൾ ഒരുപാട് മിനറൽസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടോക്സിക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഇത്തരം മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഫോളോ ചെയ്യണമെന്ന്. നമ്മുടെ കാൽഷ്യം ഇതുപോലെ കൂടുകയാണെങ്കിൽ പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകും. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ ഒരുപാട് ബാധിക്കും. നമുക്ക് ദഹനം ഉണ്ടാവില്ല, മാത്രമല്ല മലബന്ധം ഉണ്ടാകും. അത് മുന്നും പറഞ്ഞിട്ടുണ്ട്, കാൽസ്യം കൂടുന്നത് മലബന്ധത്തിന് കാരണമാകുമെന്ന്. അതുപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ വരെ ഉണ്ടാവാനായിട്ട് ഇത്തരം കാൽസ്യം കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണമാവും. അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ കാൽസ്യം അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ നിങ്ങൾ സപ്ലൈ ചെയ്യുക. കാൽസ്യം എങ്ങനെ നിങ്ങൾക്ക് നിലനിർത്താം, നല്ല രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ നിലനിർത്താമെന്നുള്ളതാണ്. നമുക്ക് പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാം. പാല് അലർജി ഇല്ലാത്തവർ, നമ്മൾ കൂടുതൽ ആളുകൾക്ക് പാലിൻ്റെ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ലാക്ടോസ് അതിനെ വിഘടിപ്പിക്കുന്ന എൻസൈം ഒരു 12 വയസ്സ് വരെയാണ് സാധാരണ ആൾക്കാരിൽ ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾ പാല് കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ചിലർക്ക് വയറ്റിന്ന് പോവാതിരിക്കാം, ചിലർക്ക് ചൊറിച്ചിലുണ്ടാവാം, ചിലർക്ക് ഛർദി ഉണ്ടാവാം, ചിലർക്ക് വയറ് പെരുക, ചിലർക്ക് മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് യോഗേർട്ട് ഉപയോഗിക്കാം. യോഗേർട്ട് അങ്ങനെ ഭൂരിഭാഗം ആൾക്കാർക്കും പ്രശ്നം വരുന്നതല്ല. യോഗേർട്ട് ഉപയോഗിക്കാം. ഇലക്കറികൾ നന്നായിട്ട് ഉപയോഗിക്കുക കാൽസ്യം കിട്ടാനായിട്ട്. ചീര പോലുള്ളവയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഓറഞ്ചസ് വളരെ നല്ലതാണ്, കാൽസ്യം അബ്സോർപ്ഷനും സഹായിക്കും. അത്തിപ്പഴം കഴിക്കുന്നത്, നമ്മൾ കുതിർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാൽസ്യം കൂടുതൽ കിട്ടാനായിട്ട്. കാൽസ്യം അബ്സോർപ്ഷനൊക്കെ നടക്കാനായിട്ട് അത്തിപ്പഴം ദിവസവും കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കും. നല്ല മത്സ്യങ്ങൾ കഴിക്കണം കാൽസ്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ നട്ട്സും സീഡ്സും അടങ്ങിയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാൽസ്യം ഡെഫിഷ്യൻസി വന്നവരും ഇല്ലാത്തവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽസ്യം നമുക്ക് ബോഡിക്ക്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും കാൽസ്യം നന്നായി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, മില്ലറ്റ്, ചാമ അതൊക്കെ പോലെയുള്ള, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിലൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ നല്ല കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ നിലനിർത്തുവാണെങ്കിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ കാൽസ്യത്തിൻ്റെ അളവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാൽസ്യത്തിനെ എങ്ങനെയാണ് ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ചെയ്യില്ലെങ്കിലും കാൽസ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യുമല്ലോ. നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൈറോയിഡിൻ്റെ അടുത്തൊരു പാരതൈറോയിഡ് ഗ്രന്ഥിയുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന പാരതൈറോയിഡ് ഹോർമോൺസ് നമുക്ക് എല്ലിൽ നിന്ന് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെല്ലിനെ റിലീസ് ചെയ്യും. ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽസ്യത്തിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ
പാരതൈറോയ്ഡ് ഹോർമോൺസ്, പാരതൈറോയ്ഡ് ഗ്ലാൻഡ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്താണ് വരുന്നത് കാൽസ്യത്തിന് വേണ്ടി. അപ്പോൾ ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ കാൽസ്യം ഡെഫിഷ്യൻസി അനുഭവിക്കും. അപ്പോൾ ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നത് ഇത്തരം കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളവരുടെ ബാക്കി കാര്യങ്ങളിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റം കിട്ടും. അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസീസ് അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാകില്ല, ചില ആളുകളിൽ ഒത്തിരി ക്രാംസ് ഉണ്ടാവും. ആർത്തവ സമയത്ത് ഒത്തിരി ക്രാംസും ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് പോലെയും കൊളുത്തിപ്പിടിക്കുന്ന പോലെയും ഒക്കെയുള്ള വേദന അനുഭവപ്പെടും. ഒരു പക്ഷേ ഇത് കാൽഷ്യം ഡെഫിഷ്യൻസി കാരണമായിരിക്കാം. കാര്യം കാൽസ്യം നമ്മുടെ പേശികളെ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ കാൽസ്യം ഇല്ലാത്ത പക്ഷം വലിഞ്ഞു മുറുകും പേശികൾ. ഈ പീരീഡ്സിൻ്റെ ആർത്തവത്തിൻ്റെ സമയത്താവുമ്പോൾ കോൺട്രാക്ഷനും റിലാക്സേഷനും യൂട്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു മുറുകി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടും. അപ്പോൾ ഇത്തരം വേദനകൾ ആർത്തവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരെ മിനറൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തായാലും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാൽഷ്യം ഡെഫിഷ്യൻസിയെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽസ്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് എടുക്കാൻ ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യണം. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക, അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.